നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന യേശുക്രിസ്തുവിൻ്റെ ഈ ഒരു ക്ലാസിക് ഡയലോഗ് ജീവിതത്തിൽ ഉപയോഗിക്കാത്ത ഒരു മനുഷ്യനുണ്ടാവാൻ സാധ്യതയില്ല. പക്ഷേ രസകരമായ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ ഒരു ഡയലോഗോ ആ ഒരു കഥയോ ബൈബിളിൽ ഇല്ലാത്തതാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിന് 3 വ്യത്യസ്തമായിട്ടുള്ള അവസാനങ്ങളുണ്ട് എന്ന് എത്ര ക്രിസ്ത്യാനികൾക്കറിയാം? ബൈബിളിൽ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. ഈ ട്രിനിറ്റി എന്ന് പറയുന്നത് ആദ്യം മുതലേ ഇങ്ങനെയാണെന്ന് വിശ്വസിക്കുന്ന പല ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. ബൈബിൾ ഹിസ്റ്റോറിയൻസും തിയോളജിയൻസും ഒരേപോലെ അംഗീകരിക്കുന്ന ശരിവെക്കുന്ന ഈ 3 കൂട്ടിച്ചേർക്കലുകളെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഏതൊരു മതവിശ്വാസിയെയും പോലെ തന്നെ ക്രിസ്ത്യാനികളും വിശ്വസിക്കുന്നത് അവരുടെ മതപുസ്തകമായ ബൈബിൾ ആദ്യം മുതൽ ഇന്ന് വരെ എത്രയെല്ലാം ട്രാൻസ്ലേഷനുകൾ ഉണ്ടായിട്ടും യാതൊരുവിധ തെറ്റുമില്ലാതെ ആദിയിലെങ്ങനെയായിരുന്നോ അതേ വ്യക്തതയോടും കൃത്യതയോടും കൂടിയാണ് ഇന്നും നിലനിൽക്കുന്നതെന്ന്. ഞാനും ഒരു ക്രിസ്തീയ വിശ്വാസിയായിരുന്ന കാലത്ത് എൻ്റെ ഒരു വിശ്വാസവും ഇതായിരുന്നു. മറ്റ് ഏത് മതവിശ്വാസവും, അതിൽ പ്രത്യേകിച്ചും നമ്മൾ ചുറ്റുപാടും കണ്ട് ശീലിച്ചിട്ടുള്ളത് ഖുറാനും രാമായണം അതേപോലെയുള്ളതൊക്കെ ആയിരിക്കും. അപ്പോൾ അന്യമതസ്ഥരുടെ അങ്ങനെയുള്ള മതഗ്രന്ഥങ്ങളെല്ലാം കാലാനുസൃതമായി മനുഷ്യർ ഇടപെട്ട് പല മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ വിശ്വാസമായ ബൈബിളിൽ ഒരു മാറ്റവും ഇല്ല എന്നായിരുന്നു ഞാൻ അടിയുറച്ച് വിശ്വസിച്ചിരുന്നത്. അതുതന്നെയാണ് ബഹുഭൂരിപക്ഷം ക്രിസ്ത്യാനികളും വിചാരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോഴും ഞാൻ ഈ ബൈബിളിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഒട്ടനവധി ക്രിസ്ത്യാനികൾ എൻ്റെ ഇൻബോക്സിൽ വന്നിട്ട് പറയാറുള്ളതാണ്, നിങ്ങൾ ഇതിൽ എന്തുകൊണ്ട് വിശ്വസിക്കാതിരിക്കുന്നു? മറ്റ് മതപുസ്തകങ്ങളെ നോക്കൂ, അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ക്രിസ്തീയ ഗ്രന്ഥമായ ബൈബിൾ ആദ്യം മുതൽ ഇന്ന് വരെ ഒരു മാറ്റവും ഇല്ലാതെ അതേപോലെ സ്റ്റേബിളായി നിലനിൽക്കുന്നു എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇത് അവരുടെ ദൈവവിശ്വാസം ശരിയാണ്, മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോൾ നമ്മളുടേതിൽ യാതൊരുവിധ തെറ്റും ഇല്ലാത്തതുകൊണ്ട് നമ്മളുടേത് സൂപ്പറാണ് എന്നൊരു വിശ്വാസം വരാൻ കാരണമാകുന്നുണ്ട്. എന്നാൽ ഈ ഒരു വിശ്വാസം മറ്റേത് മതവിശ്വാസികളും വിശ്വസിക്കുന്ന പോലെ അവരുടെ മതപുസ്തകത്തിൽ യാതൊരുവിധ തെറ്റും ഇല്ല എന്ന് പറയുന്നത് പോലെ ഒരു മൂഢവിശ്വാസം മാത്രമാണ്. ബൈബിളും മറ്റേത് മതപുസ്തകത്തെയും പോലെ തന്നെ കാലാനുസൃതമായി മനുഷ്യരിടപെട്ട് അതിൽ കൃത്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതിൻ്റെ തെളിവുകളായിട്ട് തിയോളജിയന്മാരും ബൈബിൾ ഹിസ്റ്റോറിയൻസും എല്ലാം വ്യക്തമായി അംഗീകരിക്കുന്ന ബൈബിളിൽ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. അതിനു മുൻപായിട്ട് ക്രിസ്ത്യാനികൾക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള 2 യാഥാർത്ഥ്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഒന്നാമതായിട്ട് ഈ പുതിയ നിയമ പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നത്, നമ്മളിൽ പലരും വിചാരിക്കുന്നത് ഈ മത്തായിയുടെ സുവിശേഷം എഴുതിയത് മത്തായിയും, മർക്കോസിൻ്റെ എഴുതിയത് മർക്കോസും, ലൂക്കോസിൻ്റെ എഴുതിയത് ലൂക്കോസും, അങ്ങനെ ഓരോ വ്യക്തികളും തന്നെയാണ് എഴുതിയിരിക്കുന്നത് എന്നാണ് നമ്മളുടെ ഒരു വിശ്വാസം. അങ്ങനെ വിശ്വസിക്കാൻ ഒരു കാരണമുണ്ട്. നമ്മുടെ പള്ളിയിലച്ചന്മാരോ സൺഡേ സ്കൂളിലോ പാസ്റ്റർമാരോ എല്ലാം നമ്മളെ പഠിപ്പിക്കുന്നതും അല്ലെങ്കിൽ അവർ പ്രസംഗിക്കുമ്പോൾ പറയുന്നതും മത്തായി എഴുതിയ സുവിശേഷം അല്ലെങ്കിൽ മർക്കോസ് എഴുതിയ സുവിശേഷം എന്ന് പറഞ്ഞാണ്. അപ്പോൾ അത് നമ്മൾ കുട്ടിക്കാലം തൊട്ടേ കേട്ട് ഫീഡഡ് ആയിട്ട് നമ്മളുടെ ഒരു ചിന്ത എന്ന് പറയുന്നത് ഇതെല്ലാം ഇന്ന വ്യക്തികൾ തന്നെയാണ് എഴുതിയിരിക്കുന്നതെന്നാണ്. എന്നാൽ വളരെ രസകരമായ ഒരു യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും തന്നെ ഈ പറഞ്ഞിരിക്കുന്ന വ്യക്തികൾ ആരും എഴുതിയിട്ടുള്ളതല്ല. ഇത് എൻ്റെ ഒപ്പീനിയൻ അല്ല, ബൈബിൾ സ്കോളേഴ്സും ബൈബിൾ ഹിസ്റ്റോറിയൻസും തന്നെ അംഗീകരിക്കുന്ന യാഥാർത്ഥ്യമാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഗൂഗിൾ സെർച്ചോ അല്ലെങ്കിൽ ചാറ്റ് GPT-യിലോ ക്ലോഡിലോ എവിടെയാണെങ്കിലും സെർച്ച് ചെയ്ത് നോക്കിയാൽ ഇത് നിങ്ങൾക്ക് വ്യക്തമായി കണ്ട് മനസ്സിലാക്കാം. രണ്ടാമതായിട്ട് നമ്മൾക്കൊരു ചിന്താഗതി ഉള്ളത്, നമ്മളുടെ കയ്യിൽ ഇന്നിരിക്കുന്ന ഇംഗ്ലീഷോ മലയാളമോ ബൈബിൾ ആണെങ്കിൽ പലർക്കും അറിയത്തില്ല ഏത് ഭാഷയിലാണ് ഇത് യഥാർത്ഥമായിട്ട് എഴുതിയിരിക്കുന്നത് എന്നുകൂടി. പുതിയ നിയമം എഴുതിയിരിക്കുന്നത് ഗ്രീക്കിലാണ്. അപ്പോൾ ഗ്രീക്കിൽ എഴുതിയിരിക്കുന്ന ഈ പുതിയ നിയമ പുസ്തകങ്ങളുടെ എല്ലാം ഒറിജിനൽ എവിടെയോ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആ ഒറിജിനലുകൾ നോക്കി വളരെ കൃത്യതയോടും വ്യക്തതയോടും കൂടിയാണ് നമ്മളുടെ ഈ ട്രാൻസ്ലേഷനുകൾ കിട്ടിയിരിക്കുന്നത് എന്നാണ്. എന്നാൽ അതും തെറ്റായൊരു വിശ്വാസം തന്നെയാണ്. ഈ പറയുന്ന ഒരു പുസ്തകങ്ങളുടെയും ഒറിജിനൽസ് നമുക്ക് അവൈലബിൾ അല്ല. ഏറ്റവും പഴയതായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പോലും പല കോപ്പികളാണ്. അവിടെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്നത്തെ പോലെ പ്രിൻറ്റിംഗ് പ്രസ്സോ കാര്യങ്ങളോ ഇല്ല. ആദ്യമായിട്ട് ആരോ എഴുതിയൊരു സാധനം അത് ആരോ നോക്കി പകർത്തി എഴുതി, ആ പകർത്തി എഴുതിയതിനെ നോക്കി പകർത്തി എഴുതി അങ്ങനെ നോക്കി എഴുതി എത്രാമത്തെയോ എന്ത് നമ്പർ ഓഫ് ഒരു കോപ്പിയാണ് നമ്മളതിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും പഴയത് എന്ന് പറയാൻ സാധിക്കുന്നത്. ഇനി നമ്മൾക്ക് ഇപ്പോഴത്തെ കാലത്തിലേക്ക് വരണ്ട. ഇപ്പോൾ ഏറ്റവും പഴയതായിട്ടുള്ള നമ്മൾക്ക് ലഭിച്ചിട്ടുള്ള ഈ എഴുത്തുകൾ, മാനുസ്ക്രിപ്റ്റ്സ് എന്ന് നമുക്കതിനെ പറയാം. ആ സ്ക്രിപ്റ്റുകൾ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിൽ എത്രത്തോളം തെറ്റുണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഓക്സ്ഫോർഡിലെ ഒരു തിയോളജിയനായിരുന്ന ജോൺ മിൽ എന്ന് പറയുന്ന ഒരു വ്യക്തി 100ഓളം ഇങ്ങനെയുള്ള ഡിഫറൻറ്റ് മാനുസ്ക്രിപ്റ്റ്സ്, അതായത് പഴയ മാനുസ്ക്രിപ്റ്റ്സ് എടുത്ത് 30 വർഷം നീണ്ട ഒരു പഠനത്തിന് ശേഷം അയാൾ കണ്ടെത്തിയത് 30,000-ഓളം മിസ്റ്റേക്കുകളാണ് ഈ 100 മാനുസ്ക്രിപ്റ്റുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത്. ഇതിലെ മെജോറിറ്റി ഓഫ് കാര്യങ്ങളും ചിലപ്പോൾ വളരെ മൈനറായിട്ടുള്ള മിസ്റ്റേക്ക് ആയിരിക്കും. ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു വാക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയതായിരിക്കും. അങ്ങനെയുള്ള വളരെ സിമ്പിൾ മിസ്റ്റേക്സ് ആയിരിക്കും. എന്നാൽ കൃത്യമായിട്ടുള്ള പല മിസ്റ്റേക്കുകളും അതിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു.
അപ്പോൾ എന്തുമാത്രം മാറ്റങ്ങൾ നമുക്ക് പഴയ അവൈലബിൾ ആയിട്ടുള്ള മാനുസ്ക്രിപ്റ്റ്സിൽ തന്നെ ഉണ്ട് എന്ന് മനസ്സിലാവാനായിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത്. എന്നാൽ ഒട്ടുമിക്ക ക്രിസ്ത്യാനികൾക്കും ഒരിക്കലും അറിയാത്ത, ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ചില മാറ്റങ്ങൾ ബൈബിളിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 3 എണ്ണമാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഇതിൽ ഒന്നാമത്തേത് എല്ലാ ക്രിസ്ത്യാനികളും എപ്പോഴും ഉപയോഗിക്കുന്ന ക്ലാസിക്കായിട്ടുള്ള യേശുവിൻ്റെ ഒരു ഡയലോഗ് അടങ്ങിയ ഒരു കഥാഭാഗമാണ്. അതായത് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ പിടിച്ചുകൊണ്ട് വരുമ്പോൾ യേശുക്രിസ്തു പറയുന്നുണ്ട്, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന്. യേശുക്രിസ്തുവിൻ്റെ ഈ ഒരു ക്ലാസിക് ഡയലോഗ് ജീവിതത്തിൽ ഉപയോഗിക്കാത്ത ഒരു മനുഷ്യനുണ്ടാവാൻ സാധ്യതയില്ല. അറ്റ്ലീസ്റ്റ് ഒരു ക്രിസ്ത്യാനി അത് പറയാതിരിക്കാൻ സാധ്യതയില്ല. പക്ഷേ രസകരമായ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ ഒരു ഡയലോഗോ ആ ഒരു കഥയോ ബൈബിളിൽ ഇല്ലാത്തതാണ്. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ളതിലെ ഈ ഒരു കഥാസന്ദർഭം വളരെ വ്യക്തമായിട്ടും പിന്നീട് ബൈബിളിൽ എഴുതി ചേർക്കപ്പെട്ടതാണ്. നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ള 300 കാലയളവുകളിലുള്ള മാനുസ്ക്രിപ്റ്റുകളൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ അതിലിത് കാണാൻ കഴിയില്ല. എന്നാൽ 400കളിലെയും 500കളിലെയും അവൈലബിൾ ആയിട്ടുള്ള മാനുസ്ക്രിപ്റ്റിൽ ഇത് വ്യക്തമായിട്ടും നമുക്ക് കാണാനും കഴിയും. ഇനിയും ഇത് മാത്രമല്ലാതെ കിട്ടിയിരിക്കുന്ന മാനുസ്ക്രിപ്റ്റ്സിനെ പരിശോധിച്ച് നോക്കുമ്പോൾ പലയിടത്തും ഇത് യോഹന്നാൻ 7-ാം അധ്യായത്തിലാണ്, അല്ലെങ്കിൽ പലയിടത്തും യോഹന്നാൻ 21-ലാണ്, ഇനിയും പലയിടത്തും ലൂക്കോസിൽ പോലും ഇത് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇനിയും അടുത്തതായി നമ്മളൊരു കഥ എഴുതുമ്പോൾ വളരെ വ്യക്തമായി അതിലെ ലാംഗ്വേജ് നമ്മൾക്ക് നോക്കി മനസ്സിലാക്കാൻ കഴിയും. പല ടീച്ചർമാരും നമ്മൾ കോപ്പി അടിക്കുന്നത് പൊക്കാറില്ല അങ്ങനെയാണ്. ഇത് നീ ബാക്കി എഴുതിയിരിക്കുന്ന കാര്യങ്ങളുമായിട്ട് യോജിച്ച് പോകുന്നില്ല, ഇവിടെ മാത്രം എന്തോ മുഴച്ചു നിൽക്കുന്നു എന്നൊരു ലാംഗ്വേജിൻ്റെ ടോൺ വെച്ചിട്ട് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴും യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ബാക്കി എഴുതിയിരിക്കുന്നതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതിൻ്റെ ലാംഗ്വേജ് അതുമായിട്ട് സൂട്ടബിൾ ആയിട്ട് തോന്നുന്നില്ല. ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് ബൈബിൾ ഹിസ്റ്റോറിയൻസും ബൈബിൾ തിയോളജിയൻസും വളരെ വ്യക്തമായും ഇത് പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുള്ളതാണെന്ന് ഉറപ്പിച്ചു പറയുന്നത്. ഇത് ഞാൻ വെറുതെ പടച്ചുവിടുന്ന ഒരു അസംഷനോ കാര്യങ്ങളോ അല്ല, ഇത് വളരെ യാഥാർത്ഥ്യമായി എല്ലാ ബൈബിൾ സ്കോളേഴ്സും ഹിസ്റ്റോറിയൻസും അംഗീകരിക്കുന്ന ഒരു വസ്തുതയാണ്, ഫാക്ട്. ഇനിയും രണ്ടാമതായിട്ട് മർക്കോസിൻ്റെ സുവിശേഷത്തിന് 3 വ്യത്യസ്തമായിട്ടുള്ള അവസാനങ്ങളുണ്ട് എന്ന് എത്ര ക്രിസ്ത്യാനികൾക്കറിയാം? നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ള വളരെ പഴയ മാനുസ്ക്രിപ്റ്റ് നോക്കുമ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം വന്ന് അവസാനിക്കുന്നത് വളരെ അബ്രപ്റ്റ്ലി ആണ്. അതായത് ചില സിനിമകൾ അല്ലെങ്കിൽ പുസ്തകങ്ങൾ വായിച്ചു കഴിയുമ്പോൾ അതിൻ്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ വിചാരിക്കാറുണ്ട്, ഇതെന്താണ് ഇങ്ങനെ അവസാനിച്ചിരിക്കുന്നത്, ഇതിങ്ങനെ അല്ലല്ലോ അവസാനിക്കേണ്ടത്, ഇതിനൊരു പൂർണ്ണത എത്തിയിട്ടില്ലല്ലോ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. അതേപോലെ ഒരു അബ്രപ്റ്റ് എൻഡിങ് ആയിരുന്നു യഥാർത്ഥമായും ഏറ്റവും പഴയ മാനുസ്ക്രിപ്റ്റുകൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് 300കൾക്ക് മുമ്പ്, ഏർലിയർ 300കൾക്ക് മുമ്പുള്ള ഈ മാനുസ്ക്രിപ്റ്റുകൾ നോക്കുമ്പോൾ അത് അവസാനിക്കുന്നത് മർക്കോസ് 16:8-ലാണ്. സ്ത്രീകൾ യേശുക്രിസ്തുവിൻ്റെ ഒഴിഞ്ഞ കല്ലറ കാണുന്നു, മാലാഖ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുന്നു യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന്. അതിനുശേഷം ഇവർ പേടിച്ചിട്ട് ആരോടും ഒന്നും പറഞ്ഞില്ല എന്നാണ് അവസാനിച്ചിരിക്കുന്നത്. അത് വായിച്ചു നോക്കുമ്പോൾ ആർക്കും തോന്നും, ഇതിനുശേഷം എന്താണ്, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു പക്ഷെ ആരും കണ്ടില്ല, കേട്ടില്ല, സ്ത്രീകൾ ആരോടും പറഞ്ഞില്ല, പിന്നീട് അവരെങ്ങനെ അറിഞ്ഞു എന്ന ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതേപോലത്തെ ഒരു എൻഡിങ്ങിലാണ് പഴയ മാനുസ്ക്രിപ്റ്റുകൾ പോയി അവസാനിച്ചിട്ടുള്ളത്. അതിനെയാണ് അബ്രപ്റ്റ് എൻഡിങ്, ആദ്യത്തെ അബ്രപ്റ്റ് എൻഡിങ് എന്ന് പറയുന്നത്. രണ്ടാമതായിട്ടുള്ളത് ലോങ്ങർ എൻഡിങ്, വലിച്ചു നീട്ടിയ ഒരു എൻഡിങ് ആണ് രണ്ടാമതായിട്ടുള്ളത്. അതാണ് ഇപ്പോൾ കോമൺ ആയിട്ടുള്ളതും ഇപ്പോൾ നമ്മളുടെ ബൈബിളുകളിലെല്ലാം സർവ്വസാധാരണമായി കാണുന്നത്. അവിടെ യേശുക്രിസ്തു മഗ്ദലേന മറിയയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നു, അവളുടെ ഉള്ളിലെ ഭൂതത്തിനെ ഓടിച്ചു വിടുന്നു. അതിനുശേഷം 2 ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നു, ലോകത്തെല്ലായിടത്തും പോയി സുവിശേഷം അറിയിക്കാൻ പറയുന്നു. പിന്നീട് ഇതെല്ലാം വിശ്വസിക്കുന്നവർ അവൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും, രോഗികളെ സൗഖ്യമാക്കും, പാമ്പുകളെ എടുക്കും, മാരകമായ വിഷം കഴിച്ചാൽ പോലും അവർ മരിക്കയില്ല. അതിനുശേഷം യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുന്നതുമാണ്. ഇതാണ് ലോങ്ങർ എൻഡിങ് ഇപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത്. ഇനിയും ഇത് രണ്ടുമല്ലാതെ ഒരു ഷോർട്ടർ എൻഡിങ് കൂടെ മാർക്കിന് പലയിടത്തും കണ്ടിട്ടുണ്ട്. അതിൽ ഈ സ്ത്രീകൾ പോയി പത്രോസിനോട് കണ്ട കാര്യങ്ങൾ സാക്ഷ്യം പറയുന്നതും അതിനുശേഷം യേശുക്രിസ്തു ഇവർ ലോകം മുഴുവൻ പോയിട്ട് സുവിശേഷം അറിയിക്കൂ എന്ന് പറയുന്നതുമാണ് ഈ ഷോർട്ടർ എൻഡിങ്ങിലുള്ളത്. അപ്പോൾ ഈ മർക്കോസിൻ്റെ സുവിശേഷത്തിന് തന്നെ പല മാനുസ്ക്രിപ്റ്റുകൾ നോക്കുമ്പോൾ 3 വ്യത്യസ്തമായിട്ടുള്ള അവസാനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതും കൂട്ടിച്ചേർക്കപ്പെട്ടതാണെന്ന് അംഗീകരിക്കുന്നതിൻ്റെ കാരണം വളരെ വ്യക്തമായും ഇതിനു മുൻപ് യോഹന്നാനിൽ എങ്ങനെയാണോ ആ ഒരു കഥ കൂട്ടിച്ചേർത്തത് അതുപോലെ വന്നിരിക്കുന്നത് കൊണ്ടാണ്. കാരണം ഇതിൻ്റെ ലാംഗ്വേജ് മറ്റുള്ള ഇതിൽ നിന്നും വ്യത്യസ്തമാണ്. അതേപോലെ തന്നെ ഏറ്റവും പഴയതായി ലഭിച്ചിരിക്കുന്ന മാനുസ്ക്രിപ്റ്റുകളിൽ നോക്കുമ്പോൾ അതിൽ ഒന്നും തന്നെ ഈ ഒരു ലോങ്ങർ എൻഡിങ്ങോ ഷോർട്ട് എൻഡിങ്ങോ ഇല്ല. കൃത്യമായിട്ടും മർക്കോസ് 16:8 അത് അവസാനിക്കുന്നുണ്ട്. പിന്നീട് 300കൾക്കും 400കൾക്കും ശേഷമുള്ള മാനുസ്ക്രിപ്റ്റുകളിൽ മാത്രമാണ് ഈ ഷോർട്ടർ എൻഡിങ്ങും ലോങ്ങർ എൻഡിങ്ങും വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ വ്യക്തമായിട്ടും പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുള്ള ഒരു അവസാനമാണ്. അതിൻ്റെ കാരണം വളരെ വ്യക്തമാണ്. സാധാരണഗതിയിൽ മർക്കോസിൻ്റെ സുവിശേഷം അവസാനിച്ചിരിക്കുന്നത് പല വിശ്വാസികളും വായിച്ചു നോക്കുമ്പോൾ അവരിൽ പല ചോദ്യങ്ങളുണ്ടാകും. ആ ചോദ്യങ്ങൾക്കും ആശയക്കുഴപ്പത്തിനുമുള്ള ഒരു മറുപടിയാണ് അത് ലോങ്ങർ എൻഡിങ്ങായി വലിച്ചു നീട്ടി
ഇന്ന് നമ്മളുടെ കയ്യിലിരിക്കുന്ന തലത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇനി മൂന്നാമതായിട്ടുള്ളത് യോഹന്നാൻ കോമ എന്ന് പറയും. 1 യോഹന്നാൻ 5-ന്റെ 7-ഉം 8-ഉം. കിങ് ജെയിംസ് വേർഷൻ ബൈബിളുകൾ നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ കാണാൻ സാധിക്കും, ഫോർ there are 3 that bear record in heaven, the Father, the Word and the Holy Spirit, and these 3 are one. ഈ ഒരു ഭാഗം കൃത്യമായിട്ടും പിന്നീട് ചേർക്കപ്പെട്ടതാണ്. അതിൻ്റെ പിന്നീടായിട്ട് പറയുന്നത്, ആൻഡ് there are 3 that bear witness in earth, the Spirit, the water and the blood, and these 3 agree. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് പറയുന്നത് പോലെ എന്തുകൊണ്ടായിരിക്കാം ഇത് എഴുതി ചേർത്തതെന്ന് ഒന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാകുന്നതേ ഉള്ളൂ. ഇതിൻ്റെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും പഴയ ഗ്രീക്ക് പതിപ്പുകളിൽ ഈ ഒരു ഭാഗം നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റില്ല. അതിന് പകരമായി ലിറ്ററലി അവിടെ എഴുതിയിട്ടുള്ളത്, ഫോർ there are 3 that testify, the Spirit, the water and the blood, and these 3 agree. അതായത് കിങ് ജെയിംസിൽ കാണുന്ന ആദ്യത്തെ ഒരു ഭാഗമില്ലാതെ അതിൻ്റെ രണ്ടാമത്തെ ഭാഗം മാത്രമാണ് യഥാർത്ഥമായി മാനുസ്ക്രിപ്റ്റ്സിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. യഥാർത്ഥമായി എന്ന് ഞാൻ പറയുമ്പോൾ യഥാർത്ഥം എന്ന് കരുതരുത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ പല കോപ്പിയിൽ എന്താണ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ വളരെ വ്യക്തമായിട്ടും നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും പഴയ മാനുസ്ക്രിപ്റ്റ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുള്ളത് ആത്മാവേ ജലം രക്തം എന്നതിനെക്കുറിച്ചാണ് പഴയ ഗ്രീക്ക് മാനുസ്ക്രിപ്റ്റ്സിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് പല വേർഷനുകളിലേക്കും വന്നപ്പോൾ അവിടെ പിതാവേ വാക്ക് പരിശുദ്ധാത്മാവെ എന്നതിനെ അവിടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇതെന്തുകൊണ്ടാണ് ഹിസ്റ്റോറിയൻസും തിയോളജിയൻസും അംഗീകരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പഴയ മാനുസ്ക്രിപ്റ്റ്സിൽ എവിടെയും ഇതിനെ കാണാൻ സാധിക്കുന്നില്ല. അതുമാത്രമല്ലാതെ നമ്മുടെ ട്രിനിറ്റി എന്ന് പറയുന്നത് ആദ്യം മുതലേ ഇങ്ങനെയാണെന്ന് വിശ്വസിക്കുന്ന പല ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. എന്നാൽ ഇതിൻ്റെ കാര്യത്തിൽ പല ചർച്ചകളും കാര്യങ്ങളും നടന്നിട്ടുണ്ട്. അപ്പോൾ ആ ചർച്ച നടന്ന കൂട്ടത്തിലൊന്നും ഈ ഒരു കാര്യം എടുത്തു വെച്ച് ചർച്ച നടത്തിയിട്ടില്ല. വളരെ വ്യക്തമായിട്ടും തൃത്വത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് ഇത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. പക്ഷേ ആദിമകാല സഭകളിൽ എവിടെയും ഈ ഒരു ചർച്ചകൾ നടക്കുമ്പോൾ ഇത് കോട്ട് ചെയ്യാത്തത് ഇത് അവിടെ ഇല്ലായിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. അതുമാത്രമല്ലാതെ ഈ ഒറിജിനലിൻ്റെ കൂടെ പല കൂട്ടിച്ചേർക്കലുകളും വരുമ്പോൾ ഒരു കല്ലുകടി വരും എന്ന് പറയുന്നത് പോലെ ഈ ഒരു ഭാഗവും അവിടെ കല്ലുകടിയായി മുഴച്ചു നിൽക്കുന്നതാണ്. അപ്പോൾ വളരെ വ്യക്തമായിട്ടും ബൈബിൾ ഹിസ്റ്റോറിയൻസും തിയോളജിയൻസും ഒരേപോലെ അംഗീകരിക്കുന്ന ശരിവെക്കുന്ന ഈ 3 കൂട്ടിച്ചേർക്കലുകളെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും, ബൈബിളും ഏതൊരു മതപുസ്തകവും പോലെ കൃത്യമായ കാലയളവുകളിൽ മനുഷ്യരിടപെട്ട് കൂട്ടിച്ചേർക്കലുകളും കുറയ്ക്കലുകളും ഉണ്ടായിട്ടുള്ള ഒരു സാധാരണ പുസ്തകം തന്നെയാണ്. ഇനിയും ഇതേപോലെയുള്ള കൂട്ടിച്ചേർക്കലുകളും കാര്യങ്ങളും നമുക്ക് മനസ്സിലായത് എങ്ങനെയാണ്? നമുക്ക് വളരെ പഴയതായിട്ടുള്ള മാനുസ്ക്രിപ്റ്റ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതിനെ വെച്ച് കമ്പയർ ചെയ്ത് പഠിച്ചപ്പോൾ, അതായത് പല കാലഘട്ടങ്ങളിൽ നമ്മളുടെ കയ്യിൽ ലഭിച്ചിട്ടുള്ള മാനുസ്ക്രിപ്റ്റ്സിനെ ഓരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും താരതമ്യം ചെയ്ത് നോക്കിയപ്പോൾ അവിടെ ഇതില്ല, ഇവിടെ ഇത് ചേർക്കപ്പെട്ടു എന്നുള്ളതെല്ലാം മനസ്സിലാക്കിയതിൽ നിന്നാണ് ഏതൊക്കെയാണ് കൂട്ടിച്ചേർക്കപ്പെട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഇവിടെയുള്ളൊരു പ്രശ്നം, നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളതൊന്നും ഒറിജിനൽ അല്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. ആ ഒരു സാഹചര്യത്തിൽ നമ്മളുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഈ കോപ്പികളുടെ ഏതോ ഒരു കോപ്പിയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു കോപ്പിയിൽ നിന്നും ഇത്രത്തോളം വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും പഴയൊരു കോപ്പിയും ഈ ആദ്യം എഴുതപ്പെട്ടത് എന്ന് പറഞ്ഞൊരു സാധനവും തമ്മിൽ എത്രത്തോളം വ്യത്യാസം ഉണ്ടായിരിക്കും എന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. അതിൽ ഇനി എത്രത്തോളം വ്യത്യാസമുണ്ട് എന്നറിയണമെങ്കിൽ അതിലും പഴയ മാനുസ്ക്രിപ്റ്റ്സ് കിട്ടണം, അല്ലെങ്കിൽ നമുക്ക് ഒറിജിനൽ കിട്ടണം. ഇനി അത് കിട്ടുക എന്ന് പറയുന്നത് സാധ്യമായ ഒരു കാര്യമാണോ എന്ന് ചോദിച്ചാൽ മോസ്റ്റ് ലൈക്ലി നോട്ട്. ഇത് ഞാൻ നമ്മളുടെ ചാനലിൽ തന്നെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിച്ചിരിക്കുന്ന ഒരു ഡിസ്കഷൻ വീഡിയോയുടെ ഒരു സമ്മറൈസ്ഡ് കാര്യമായിട്ട് ഷോർട്ടായി ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ്. അതുമാത്രമല്ലാതെ ബൈബിളിനെ കുറിച്ച് ഇതേപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തിയോളജിക്കൽ ഹിസ്റ്റോറിക്കൽ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായി അറിയണമെന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ടും ഫോളോ ചെയ്യേണ്ട ഒരു വ്യക്തിയാണ് സത്വം. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ക്രിസ്തീയ സഹോദരങ്ങൾ, ഇനിയെങ്കിലും ഞങ്ങളുടെ ബൈബിൾ ആദ്യം മുതൽ അവസാനം വരെ ഇത്രയും കാലഘട്ടങ്ങളിലൂടെ ഗോത്രൂ ചെയ്തിട്ടും ഒരു വ്യത്യാസവുമില്ലാതെ നിലകൊള്ളുന്ന യഥാർത്ഥ സത്യമാണെന്നുള്ള അന്ധവിശ്വാസം ഒഴിവാക്കുക. നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള സൺഡേ സ്കൂൾ അധ്യാപകരോടോ അല്ലെങ്കിൽ പള്ളിയിലച്ഛനോടോ പാസ്റ്റർമാരോടോ ചോദിക്കുക, ഇങ്ങനെയുള്ള റിയാലിറ്റിയൊക്കെ നിലനിൽക്കെ നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങളെ ഇതൊന്നും പറഞ്ഞ് മനസ്സിലാക്കിയില്ല എന്നുള്ളത്.